നമ്മുടെ നാട്ടിലെ കോട്ടയ്ക്കൽ കർപ്പൂർക്കാവ് ഉത്സവം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 5 ദിവസമായി. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. വിട്ടതല്ല, സത്യം പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ചെറുപ്പറ പറഞ്ഞിട്ട് ഞാൻ എടുക്കും. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഫോണിൽ കിടക്കും. പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല ഫോണിൽ. അങ്ങനെ നോക്കുമ്പോഴാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്യണ്ടേ, എന്നാൽ പിന്നെ അത് പോസ്റ്റ് ചെയ്താക്കാം എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നമ്മൾ അമ്പലത്തിന് എത്താനായിട്ടുണ്ടായിരുന്നു, കർപ്പൂർക്കാവ് അമ്പലത്തിൽ. ഇപ്പോൾ നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറച്ച് കുറവായിരുന്നു എന്ന്. പക്ഷെ എന്നാൽ പോലും നല്ല ആളുകളുണ്ടായിരുന്നു. നല്ല ബ്ലോക്കാണ്. പകുതിക്ക് വരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ടേ അടുപ്പിക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ബൈക്കൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയൊക്കെ പോവാം. അത് കാർ കൊണ്ടായതുകൊണ്ട് തന്നെ കാറാണ് നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നിനും പറ്റും. ഞങ്ങളിവിടെ എത്തി അമ്പലത്തിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, ഒന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഐതിഹ്യമുണ്ട്. കീഴവ ജാതിക്കാർ ആദ്യം കുഞ്ഞി കാളേനെ കൊണ്ടുവന്നിട്ട് എല്ലാ വലിയ കാളേനെയും ഇവിടെ കയറ്റുള്ളൂ. അപ്പോൾ ആദ്യം കൊണ്ടുവരുന്ന കാളേനെ നമ്മളിപ്പോൾ കണ്ട കുഞ്ഞിക്കാള. അത് പണ്ടത്തെ ഒരു ആചാരമാണ്, അതിപ്പോഴും കൊണ്ടാടുന്നു മാത്രം. അത് കഴിഞ്ഞ് നമ്മൾ മോമോസൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മോമോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആകെ ഉത്സവത്തിന് വരുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ മോമോസ്, അതുപോലെ തന്നെ ഐസ്ക്രീംസ്, മുട്ട ഓംലെറ്റ്, എനിക്ക് വായിൽ വെള്ളം വരുന്നു കേട്ടോ അതൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ കടല, അതുപോലെ ഉത്സവത്തിന് വന്നാൽ പിന്നെ കുപ്പിവള വാങ്ങിക്കാതെ ഞാൻ പോവുകയില്ല. എൻ്റെ ഫേവറേറ്റാണ് കുപ്പിവളകൾ, മക്കൾക്ക് കളിക്കാനുള്ളത്, മാല, വള, മോൾക്ക്. പിന്നെ മെയിനായിട്ട് ഞാൻ കുറേ കമ്മലുകൾ എടുക്കും. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ പ്രാന്തുകളുണ്ടോയെന്നൊന്ന് പറയണേ. അടിപൊളിയായിട്ട് വലിയ വലിയ കാളകൾ ഇങ്ങനെ ഓരോ ദേശത്തു നിന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുപ്പികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ച കുപ്പികളാണത്, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരാ നേരം ബ്രെഡ് ഓംലെറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വൈകിട്ടൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമല്ല, ചായ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കണ്ടല്ലോ, അടിപൊളിയായി പോയി, അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലോണം ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 9 മണി 10 മണി ആ ഒരു ടൈമായിരുന്നു. ഈ ഒരു വേഷം കിട്ടിയവർ കുട്ടികൾക്കൊക്കെ കൈയൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ പോയിട്ട് മുയലിനാണ് എല്ലാവരും, റാബിറ്റിനാണ് കൈയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു മിഠായി അപ്പം ശർക്കരപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.